ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്ത് ഒരു പ്രത്യേക ആത്മീയ അഭിഷേകത്തിലേക്ക് വളർച്ചയിലേക്ക് കിടക്കേണ്ടതിനായിട്ട് ഒരു തിരുവചനം നമ്മളിപ്പോൾ ധ്യാനിക്കുകയാണ്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവരുടെ പാപം ക്ഷമിക്കും, ഞാൻ അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. ഈ ദേശം സമ്പുഷ്ടമാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാനങ്ങളിലേക്കും എല്ലാ തലങ്ങളിലേക്കും ദൈവാനുഗ്രഹം ഇറങ്ങി വരുമെന്നാണ്. പക്ഷേ നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഭൗതിക ലൗകിക തലങ്ങളിൽ ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ ദൈവാനുഗ്രഹം വേണം, ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു വ്യവസ്ഥ, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം, ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുത്ത് ഹൃദയത്തെ ആത്മാവിനെ സക്രാരിയാക്കി മാറ്റി ശരീരത്തെ ദൈവാലയമാക്കി മാറ്റി ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തെ സംവഹിക്കുന്നവരെന്നവരെ വിളിക്കാം. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നവരെ വിളിക്കാം. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് അടുത്ത കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം. എന്താണ് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവം ഉണ്ടോ എന്നുള്ള അന്വേഷണമല്ല, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, അത് ഓരോ നിമിഷവും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിമിഷത്തിൽ ദൈവത്തിൻ്റെ തിരിഹിതം എന്താണ്? ഇപ്പോൾ ഈ പ്രസംഗം നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുവാൻ വേണ്ടി തമ്പുരാൻ ഒരു പ്രത്യേക നിയോഗം എൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അത് ദൈവനിയോഗമാണെന്ന് തിരിച്ചറിയാനുള്ള കാരണം, അത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കാനുള്ള കാരണം, ഞാൻ ഉള്ളിൽ തമ്പുരാനോട് ആലോചന ചോദിച്ചു. അപ്പോൾ തമ്പുരാൻ എന്നോട് അത് ചെയ്യണം എന്നെൻ്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞു തന്നു. ദൈവാന്വേഷണം എന്ന് പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണമല്ല, ദൈവത്തിൻ്റെ തിരിഹിതാന്വേഷണമാണ്. ദൈവേച്ഛ എന്താണ്, ഓരോ നിമിഷത്തിലും ഓരോ കാര്യത്തിലുള്ള ദൈവ തിരിഹിതം എന്താണെന്നുള്ള അന്വേഷണമാണ്. അതിന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കണ്ടതുകൊണ്ട് മാത്രമല്ല ദൈവത്തിരിഹിതം അറിയുന്നത്. അങ്ങനെ വരം കിട്ടിയവരുണ്ട്, സ്വർഗീയ ദർശനങ്ങളിലൂടെ ദൈവസ്വരം കേൾക്കുന്നവരുണ്ട്, ദൈവത്തിൻ്റെ തിരിഹിതം അറിയുന്നവരുണ്ട്. പക്ഷെ അതൊന്നും അല്ലാത്തവർ, അവരൊരു നിമിഷം അവരുടെ ചിന്തകളെ, അവരുടെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക, എന്നിട്ട് ഉള്ളിൽ തമ്പുരാനോടൊന്ന് സംസാരിക്കുക. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉള്ളിൽ നല്ല തോന്നിപ്പുകളായി, നല്ല ഉൾക്കാഴ്ചകളായി, നല്ല നിവേശനങ്ങളായി തമ്പുരാൻ നമ്മോട് സംസാരിച്ചു കൊള്ളും. അപ്പോൾ അതാണ് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം. അടുത്തത്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ സ്വന്തം പദ്ധതികൾ ഉപേക്ഷിച്ചിട്ട് ദൈവ പദ്ധതിയുടെ മുമ്പിൽ തലകുനിക്കണം. തങ്ങളെ തന്നെ എളിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവ തിരിഹിതത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ എൻ്റെ പദ്ധതി വിലങ്ങുതടിയായി നിൽക്കരുത്. ഞാൻ ചില മാനുഷികമായ ആഗ്രഹങ്ങളും പദ്ധതികളും എൻ്റെ ഉള്ളിൽ ആഗ്രഹമായി സൂക്ഷിച്ചുകൊണ്ടായിരിക്കാം തമ്പുരാൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. അത് നടപ്പിലാകണം, അങ്ങനെ വേണം, ഇത് ചെയ്തു കിട്ടണം എന്ന് നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് എന്നെ നയിക്കാൻ പറ്റില്ല. ഞാനൊരു കുഞ്ഞ് അമ്മയുടെ കൈകളിലേക്ക് അമ്മ എടുക്കാൻ വേണ്ടി കൈ നീട്ടി നിൽക്കുന്നത് പോലെ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കണം. അവിടെ നമ്മുടെ സ്വന്തം പദ്ധതികൾക്ക് ഉപേക്ഷിക്കണം. നമുക്ക് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ കാണും. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാനുഷികമായ, ദൈവികത ഇല്ലാത്ത മാനുഷിക തലത്തിലെ ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ ദൈവികതയ്ക്ക് വിരുദ്ധമായ ജഡികമായ ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദൈവികതയ്ക്കെതിരായിട്ടുള്ള ലൗകികമായ ആഗ്രഹങ്ങളായിരിക്കാം. അതിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ചില പദ്ധതികൾ തമ്പുരാൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ, സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ തിരിഹിത പ്രകാരം നമ്മളെ ദൈവം നടത്തിക്കൊള്ളും. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ അങ്ങനെ അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം, എൻ്റെ പദ്ധതി ചില സമയത്ത് അത് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തടസ്സങ്ങൾ വരും. തടസ്സങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലാകും ദൈവത്തിനെന്തോ പറയാനുണ്ട്, ദൈവത്തിനെന്തോ എന്നിൽ തിരുത്തൽ വരുത്താനുണ്ട്,
ദൈവത്തിന് എൻ്റെ ഏതോ പദ്ധതി ഉപേക്ഷിക്കുന്ന കാര്യം എന്നോട് പറയാനുണ്ട്. ദൈവത്തിന് ദൈവിക പദ്ധതി എന്നോട് പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. അതിന് അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവ തിരുമുമ്പിൽ കാത്തിരിക്കുന്നവരാകണം. അതിന് ഇംഗ്ലീഷ് ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ് എന്ന് പറയും. കർത്താവിൻ്റെ തിരുമുമ്പിൽ കാത്തിരിക്കുക, ക്ഷമയോടെ, എളിമയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ കാത്തിരിക്കുക. അത് ഇച്ഛാഭംഗത്തോടെ ആകരുത്. അക്ഷമനായിട്ട് ഞാൻ അവിടെ ഇരിക്കരുത്. ഇംപേഷ്യൻസ് വേണ്ട. അവിടെ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവത്തിന് മുമ്പിൽ തലകുനിക്കാനുള്ള എളിമയുണ്ടായിരിക്കണം. അങ്ങനെ കാത്തിരിക്കണം. തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അവിടെ ആ പ്രാർത്ഥന പലവിധത്തിലായിരിക്കാം. ദൈവിക വെളിപാടിന് വേണ്ടി ദാഹിച്ച് ഉള്ള വെറും കാത്തിരിപ്പ് തന്നെ ഒരു പ്രാർത്ഥനയാണ്. ദൈവിക വെളിപാട് കിട്ടാൻ വേണ്ടി ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് സാമുവൽ പ്രവാചകൻ കുഞ്ഞായിരുന്നപ്പോൾ ഏലി പുരോഹിതൻ വഴി കേട്ട വചനം അതായിരുന്നല്ലോ, കർത്താവെ അരുളി ചെയ്താലും ഇതാ ദാസൻ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അപ്പോൾ സാമുവലിനെ ദൈവം വിളിക്കുമ്പോൾ ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാനായിട്ട് ദൈവം അവനിൽ നിന്ന് ചിലതിൽ ആഗ്രഹിച്ചു. അവൻ കാത്തിരുന്ന് ദൈവമേ അങ്ങ് സംസാരിക്കണമേ എന്ന് പറയണമെന്ന്. അതുകൊണ്ടാണ് സാമുവലിനെ ദൈവം പിടിച്ചുയർത്തിയത്, ഒരു പുരോഹിതനും പ്രവാചകനുമൊക്കെ മാറ്റിയത്. അപ്പം നമ്മൾ അതുപോലെ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ തിരുഹിതം അറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്വന്തം പദ്ധതി ഉപേക്ഷിച്ചിട്ട് ദൈവത്തോട് യാചിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിരിഹിതം വെളിപ്പെടുത്തി തരാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ആ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ ഒരു വാഗ്ദാന വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവിക വെളിപാടിനായി ദാഹത്തോടെ ഇരുന്നിട്ടുള്ള പ്രാർത്ഥനയായിരിക്കാം. അടുത്തത്, ഒന്നാമത്തേത് ദൈവത്തെ അന്വേഷിക്കണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം, പ്രാർത്ഥിക്കണം. അടുത്തതായി തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. എന്താണ് ദുർമാർഗം? മാർഗം യേശുവാണ്. യോഹന്നാൻ 14:6 ഞാനാണ് മാർഗം. യേശു അല്ലാത്തതെല്ലാം ദുർമാർഗങ്ങളാണ്. ഈ ലോകത്തിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഈ ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പല വഴികളും പല മാർഗങ്ങളും പൈശാചികമാണ്. പല മാർഗങ്ങളും എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ, അതുപോലെ തന്നെ കള്ളനോട്ടടിച്ച് പണമുണ്ടാക്കാൻ, പോക്കറ്റ് അടിച്ച് പണമുണ്ടാക്കാൻ, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി പണമുണ്ടാക്കാൻ നോക്കുന്നു, വ്യാജരേഖകളുണ്ടാക്കി ജോലി ഉണ്ടാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ദൈവികമല്ലാത്ത സുഖാസ്വാദനത്തിൻ്റെ മേഖലകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. പിശാചൊരുക്കുന്ന വഴികളാണ്. അത് വിശാലമേറിയതാണ്. ഇപ്പോൾ അത് സുഖം തരുന്നതായിരിക്കാം, പക്ഷെ നിത്യനാശത്തിലേക്കും ഒരിക്കലും ദൈവികമായ സാന്നിധ്യത്തിൻ്റെ സുഖാസ്വാദന മേഖലയിലേക്ക് വളരാൻ പറ്റാത്ത ദുരന്തത്തിലേക്ക് അത് നമ്മളെ നയിച്ചെന്ന് വരാം. അപ്പോൾ ഈ ദൈവികമല്ലാത്ത മാർഗങ്ങൾ വെടിയണം. അവിടെ പറഞ്ഞിരിക്കുക ദുഷ്ടമാർഗങ്ങൾ വെടിയണം, കുമാർഗങ്ങൾ വെടിയണം. അത് പിശാച് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അങ്ങനെ ദുർമാർഗങ്ങളിൽ നിന്ന് പൈശാചികമായ എല്ലാ മേഖലകളിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവരുടെ പാപം ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടമാർഗത്തിലൂടെ, ദുർമാർഗത്തിലൂടെ, പൈശാചിക വഴികളിലൂടെ, കുമാർഗത്തിലൂടെ പോയപ്പോൾ എന്നിലേക്ക് വന്ന പൈശാചികതയുണ്ടല്ലോ, അത് മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഏക വഴി, യേശുവാകുന്ന ഏക വഴി, സ്വർഗത്തിലെത്തുവാനും ഈ ലോകത്ത് ജീവിക്കാനുള്ള ഏക മാർഗം യേശുവിൽ ആകുമ്പോൾ യേശുവിലൂടെ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം വർഷിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമ്മിലേക്ക് വരും. പാപക്ഷമയുടെ ഫലമായി വരുന്ന അതാണ്. സകല അനുഗ്രഹങ്ങളും വരും. യേശുവിലൂടെ പിതാവായ ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. യേശുവിലൂടെ നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിരന്തരം നമ്മെ വഴി നടത്തും, നിത്യസഹായകരായി നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ ലൗകിക സമ്പത്ത്, അനുഗ്രഹങ്ങൾ, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ജോലിപരമായിരിക്കാം, അല്ലെങ്കിൽ കൃഷിപരമായിരിക്കാം, അല്ല ആരോഗ്യപരമായിരിക്കും, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും. ആ ഒരു വചനം ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം,
അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. ഈ വചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ച ദൈവത്തിൻ്റെ സ്വരത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവിക പദ്ധതി അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലുണ്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവെ, ഈ വചനത്തിൻ്റെ ജീവനും ശക്തി, അഭിഷേകവും വെളിച്ചവും എല്ലാം ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.